സെനഗൽ വേഴ്സസ് ഫ്രാൻസ് 3-1 ഫ്രാൻസ് സെനഗലിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഇരട്ട ഗോളുകൾ എംബാപ്പ നേടിയപ്പോൾ ശേഷിക്കുന്ന ഒരു ഗോൾ നേടിയത് ബാർക്കോളയാണ്. ആ ഗ്രൂപ്പിൽ മറ്റൊരു പോരാട്ടമായിരുന്നു നോർവേയും ഇറാഖും തമ്മിലുള്ളത്. ആ മത്സരത്തിൽ ഇറാഖിനെ 1-4 ഗോളുകൾക്കാണ് നോർവേ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. സാക്ഷാൽ ഹാളണ്ടിന്റെ നോർവേ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഗ്രൂപ്പ് ഐ എന്ന് പറയുന്നത് ഒരു ഡെത്ത് ഗ്രൂപ്പായിട്ടാണ് വിശേഷിപ്പിച്ചിരുന്നത്, ഒരു മരണ ഗ്രൂപ്പായിട്ട്. കാരണം എന്താണ്, അതിൽ സെനഗലുണ്ട്, നോർവേ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, അങ്ങനെ അടക്കമുള്ള ഒരു ഗംഭീര ഗ്രൂപ്പായിരുന്നു ഗ്രൂപ്പ് ഐ. പക്ഷേ ഇപ്പോൾ ഫലം വന്നപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെയല്ല കാണുന്നത്. രണ്ട് ടീമുകൾക്ക് ഫേവറായിട്ടുള്ള 2 റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒന്ന്, ഫ്രാൻസ് 3-1 സെനഗലിനെ പരാജയപ്പെടുത്തുന്നു. മറുഭാഗത്ത് ഇറാഖിനെ 4-1 നോർവേയും പരാജയപ്പെടുത്തുന്നു. നിങ്ങൾ ജെന്യുവിനായിട്ട് ഒരു കാര്യം പറയണം. സെനഗൽ ഫ്രാൻസ് മത്സരം തുടങ്ങുന്നതിന് മുമ്പ് വരെ എന്താണ് എല്ലാവരും ചിന്തിച്ചിരുന്നത്? ഫ്രാൻസ് സെനഗലിനെ ഇത്ര പെട്ടെന്ന് പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്ന് തന്നെയായിരിക്കും. ഞാൻ അങ്ങനെയായിരുന്നു കരുതിയിരുന്നത്. സെനഗലിനെ സംബന്ധിച്ച് അവർ ആഫ്രിക്കയുടെ റണ്ണേഴ്സായിട്ടാണ് കടന്നു വരുന്നത്. മാത്രമല്ല ജാക്സനെ പോലത്തെ, സാറിനെ പോലത്തെ, സാദിയോ മാനയെ പോലത്തെ ഒരുപാട് താരങ്ങൾ അണിനിരക്കുന്ന സെനഗലിനെ ഫ്രാൻസിന് അത്ര പെട്ടെന്ന് പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് കരുതിയിരുന്നത്. മാത്രമല്ല 2026 വേൾഡ് കപ്പിൻ്റെ സവിശേഷത എന്താണ്? വേൾഡ് കപ്പ് ഇപ്പോൾ അട്ടിമറികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വേൾഡ് കപ്പാണ്. ചെറിയവരോ വലിയവരോ എന്നില്ലാതെ എല്ലാവരും മികച്ച രീതിയിൽ പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്ന ഈ വേൾഡ് കപ്പിൽ സെനഗലിനും വലിയ സാധ്യതയാണ് നമ്മൾ കൽപ്പിച്ചിരുന്നത്. പക്ഷേ മത്സരത്തിലേക്ക് അടുത്തപ്പോൾ കാര്യങ്ങൾ ഒട്ടും അങ്ങനെയല്ല. ആദ്യ പകുതി വരെ നമ്മൾ ഊഹിച്ചതൊക്കെ ശരിയായിരുന്നു. പക്ഷേ രണ്ടാം പകുതിയിലേക്ക് ആ മത്സരം എത്തിയപ്പോൾ പിന്നീട് 3-1 വിജയത്തിലേക്കാണ് ആ ഫ്രാൻസ് രണ്ടാം പകുതിയിൽ കൊണ്ടെത്തിച്ചത്. ആദ്യ പകുതിയിൽ സെനഗൽ ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഷോട്ടുകൾ എടുക്കുന്നുണ്ട്, കീപ്പറെ ഒരുപാട് പരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ക്രോസ് ബാർ ആയിട്ടും കീപ്പറായിട്ടും ഒക്കെ ആ അറ്റാക്കുകളൊക്കെ നിഷ്പ്രഭമായി പോയി എന്നതാണ്. പക്ഷേ രണ്ടാം പകുതിയിലേക്ക് എത്തിയപ്പോൾ ഫ്രാൻസ് മത്സരത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആദ്യം ഫ്രാൻസ് അടിക്കുന്നു, കെലിയൻ എംബാപ്പെ അടിക്കുന്നു, രണ്ടാമത് ബാർക്കോള അടിക്കുന്നു. പിന്നീട് 2-1 സെനഗൽ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു പ്രതീതി നടത്തുന്നുണ്ട്. അപ്പോഴേക്കും അത് എക്സ്ട്രാ ടൈമിലേക്ക് എത്തിയിരുന്നു. 90 മിനിറ്റും കഴിഞ്ഞ് എക്സ്ട്രാ ടൈം ഇഞ്ചുറി സമയത്തിലേക്ക് മത്സരം കടന്നിരുന്നു. പിന്നീട് എംബാപ്പെ ഒരു ഗോളും കൂടി നേടുന്നു. അങ്ങനെ 3-1 ആ മത്സരത്തിൽ ഫ്രാൻസ് വിജയിക്കുന്നത്. ആരാണ് സെനഗൽ? ആഫ്രിക്കയുടെ രാജാക്കന്മാരായിട്ട് വരുന്ന ടീമാണ്. അവിടെ ചെറിയൊരു കോൺട്രവേഴ്സി ഉണ്ടെങ്കിലും വാക്ക് ഓവർ പരിപാടിയൊക്കെ നടന്നതുകൊണ്ട് തന്നെ അത് പിന്നീട് മൊറോക്കോയിലേക്ക് ആ വിജയം, ആ കിരീടം ചെന്നെത്തുകയാണ് ഉണ്ടായത്. പക്ഷേ ഓക്കെ, അവിടെ റണ്ണേഴ്സായിട്ടാണ്, ആഫ്രിക്കയുടെ റണ്ണേഴ്സായിട്ട് കടന്നു വരുന്ന സെനഗലിനെയാണ് ഇവിടെ ഫ്രാൻസ് പരാജയപ്പെടുന്നത്. എംബാപ്പയെ സംബന്ധിച്ച് അദ്ദേഹം കഴിഞ്ഞ വേൾഡ് കപ്പിൽ എവിടെയാണോ നിർത്തിയത് അതേപോലെ തന്നെ ഇവിടെ തുടങ്ങുകയാണ്. തൻ്റെ ആദ്യ വേൾഡ് കപ്പിൽ അദ്ദേഹം ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. രണ്ടാമതൊരു വേൾഡ് കപ്പ് വരുന്നു, അതിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ഇപ്പോൾ മൂന്നാമത്തെ വേൾഡ് കപ്പിലും അദ്ദേഹം ഒരു ഗ്രേറ്റ് സ്റ്റാർട്ട് തൻ്റെ ടീമിനോടൊപ്പം നടത്തുകയാണ്. ഇതോടുകൂടി എംബാപ്പയ്ക്ക് ഒരുപാട് റെക്കോർഡുകൾ തിരുത്തിക്കുറിക്കുകയാണ്. ഒന്നാമത്തെ റെക്കോർഡാണ് ഫ്രാൻസിൻ്റെ ഓൾ ടൈം ടോപ്പ് സ്കോറായിട്ട് എംബാപ്പ മാറുകയാണ്. അതുപോലെ തന്നെ ഫ്രാൻസിന് വേണ്ടി വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമായി എംബാപ്പ മാറുകയാണ്. ഇപ്പോൾ പെലെയുടെയും ലിയണൽ മെസ്സിയുടെയും ഒക്കെ റെക്കോർഡ് എംബാപ്പ തിരുത്തിയിരിക്കുകയാണ്. എന്താണ് സംഭവം? ഫിഫ വേൾഡ് കപ്പിലെ ഓൾ ടൈം ടോപ്പ് സ്കോർമാരായിട്ടുള്ള ക്ലോസയുടെ റെക്കോർഡിന് അരികിലെത്തിയിരിക്കുകയാണ് എംബാപ്പ ഇപ്പോൾ. ഈ ഗ്രൂപ്പിലെ മറ്റൊരു പോരാട്ടമായിരുന്നു നോർവേ വേഴ്സസ് ഇറാഖ് മത്സരം. നമ്മൾ ഈ വേൾഡ് കപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു അണ്ടർഡോഗ്സ് ആവാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഒരു കറുത്ത കുതിരകളാകാൻ സാധ്യതയുള്ള ഒരു ടീമാണ് നോർവേ. ആ നോർവേയാണ് ഇറാഖിനെ ഇന്ന് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അത് 4-1 ഒരു വലിയ മാർജിനിലാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. നോർവേയെ സംബന്ധിച്ച് അവരുടെ ഗോൾഡൻ ജനറേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ആ ഗ്രൂപ്പ് നമ്മൾ മരണ ഗ്രൂപ്പാണ് എന്ന് പറയാൻ കാരണം തന്നെ നോർവേയാണ്. ആ നോർവേയാണ് ഇന്നിപ്പോൾ ഇറാഖിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഫിഫ റാങ്കിങ്ങിൽ ഇറാഖിനേക്കാളും കുറച്ച് മുകളിലാണ് നോർവേ. മെച്ചപ്പെട്ട സ്ഥാനമാണ് നോർവേക്കുള്ളത്. 31-ാം സ്ഥാനക്കാരാണ് നോർവേ. ആ നോർവേ ഇറാഖിനെ പരാജയപ്പെടുത്തുന്നത് അത്ര വലിയ കാര്യമായിട്ടുള്ള കാര്യമല്ലെങ്കിൽ കൂടി ഇവിടെ ഹാളണ്ടിനെയും ഒഡഗാർഡിൻ്റെയും സൊർലോത്തിൻ്റെയും ഒക്കെ നാട്ടുകാരായ നോർവേ ഇപ്പോൾ ഒരു ഗോൾഡൻ ജനറേഷനിലൂടെയാണ് നോർവേ ഒരു ഗ്രേറ്റ് റണ്ണാണ് ഇപ്പോൾ രാജ്യാന്തര ഫുട്ബോളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു കറുത്ത കുതിരകളാകാൻ, ഡാർക്ക് ഹോഴ്സ് ആവാൻ സാധ്യതയുള്ള ഒരു ടീമാണ് നോർവേ എന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അതിൽ ഇറാഖിനെതിരെയുള്ള മത്സരത്തിൽ നോർവേക്ക് വേണ്ടി ഇരട്ട ഗോളുകൾ നേടിയത് ഹാളണ്ടാണ്. മറുഭാഗത്ത് ഫ്രാൻസിന് വേണ്ടി കെലിയൻ എംബാപ്പെ ഇരട്ട ഗോളുകൾ നേടുമ്പോൾ ഇവിടെ ഹാളണ്ടാണ് നോർവേക്ക് വേണ്ടി ഇരട്ട ഗോളുകൾ നേടുന്നത്. ഇനി നമ്മൾ ഏറ്റവും കാത്തിരിക്കാൻ പോകുന്ന മത്സരം നോർവേ വേഴ്സസ് ഫ്രാൻസ് മത്സരമാണ്. അതൊരു ഗംഭീര മത്സരമായിരിക്കും നടക്കാൻ പോവുക.
ആ ഗ്രൂപ്പിലെ ഏറ്റവും മികച്ച പോരാട്ടമായിരിക്കും അത്. നോർവേ വേഴ്സസ് ഫ്രാൻസ് മത്സരം ഈ ജൂൺ 27 12:30 ഇന്ത്യൻ സമയം 12:30 ആ മത്സരം നടക്കാൻ പോകുന്നത്. ആ മത്സരത്തിലെ വിജയിയായിരിക്കും അവരുടെ ഗ്രൂപ്പിൽ നിന്ന് 1-ാം സ്ഥാനത്ത് പൂർത്തിയാക്കിക്കൊണ്ട് റൗണ്ട് ഓഫ് 32 കടക്കുന്നുണ്ടാവുക. എന്തായാലും ഫ്രാൻസും നോർവേയും അവരുടെ ഗ്രൂപ്പിൽ ആദ്യ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. അതും ഒരു ആധികാരിക വിജയം തന്നെ.